അബാക്കസ് സോഫ്റ്റ്വെയറിൽ 3 വർക്ക് ബെഞ്ചാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മോഡൽ, CFT മോഡൽ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് മോഡൽ. CFT മോഡലിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്പ്ലിസിറ്റിൻ്റെ അകത്ത് സോളിഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് അതൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മോഡൽ ചെയ്യുന്നത്. ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ വരുന്ന മോഡലുകളിലാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് മോഡലുകൾ ചെയ്യുന്നത്. ഈ CFD മോഡലിനകത്ത് നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസുകൾ ചെയ്യുന്നു. ഇപ്പം നമുക്ക് വേണ്ടത് ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഞാൻ ഇന്ന് രാവിലെ കാണിച്ച പോലെ ചെറിയൊരു പാർട്ടുണ്ടാക്കാനായിട്ട് പാർട്ട് ക്രിയേറ്റ് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എത്ര ഏരിയ, ഏത് ടൈപ്പ് ഓഫ് പാർട്ടാണ്, 3D പാർട്ട്, എക്സ്ട്രൂഡ് ചെയ്യാനുള്ള പാർട്ടാണോ, റിവോൾവ് ചെയ്യാനായിട്ടുള്ള പാർട്ടാണോ, സ്വീപ്പ് സോളിഡ് ആണോ. നമ്മൾ എക്സ്ട്രൂഡാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് അപ്രോക്സിമേറ്റ് ഏരിയ കാണിക്കുന്നുണ്ട്. ഏത് ഏരിയ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 20 കൊടുത്തു. നമുക്കൊരു അപ്രോക്സിമേറ്റ് ഏരിയ കിട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ടൊരു ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ ഡയമെൻഷൻ ചെയ്യണം. അതിൻ്റെ അകത്ത് ഞാനൊരു സ്പ്ലൈൻ വരയ്ക്കുകയാണ്. ഈ സോൾഡറിന് ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യണം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസിസ് ചെയ്യുന്ന പോലെ അതിൻ്റെ മെറ്റീരിയൽസിലായിട്ടുള്ള പ്രോപ്പർട്ടി. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് റീജിയൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം ഞാനിവിടെ ജനറലായിട്ട് കൊടുക്കുന്നത് എയറാണ്. എയറിൻ്റെ പ്രോപ്പർട്ടീസാണ് കൊടുക്കുന്നത്. പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ മെറ്റീരിയൽ മാനേജർ എടുത്തു, ക്രിയേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് മെറ്റീരിയൽ 1 എയർ. ഇതിൻ്റെ അകത്ത് ജനറലായിട്ട് നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി കൊടുക്കുന്നു 764. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റിയാണ് മെൻഷൻ. നമ്മൾ എയർ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ആ മെറ്റീരിയൽ നമ്മുടെ പാർട്ടിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ സെക്ഷൻ നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എയർ ഓഫ് ഓയിൽ കൊടുക്കുക. ഒരു ഹോമോജീനിയസ് ഫ്ലൂയിഡാണ്. അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എയറാണ്. നമ്മൾ ആ സെക്ഷൻ ഇനി നമ്മുടെ പാർട്ടിലേക്ക് അസൈൻ ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഏത് ഇതിലാണ് അതാണ് സെക്ഷൻ. അതിൻ്റെ കളർ മാറും. ഇനി അടുത്ത അസംബ്ലിക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നിലധികം പാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അസംബ്ലിക്കകത്ത് വന്നിട്ടാണ് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടീസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് തമ്മിലുള്ള ഫേസ് കോണ്ടാക്റ്റ് ആണോ അതോ ലൈൻ കോണ്ടാക്റ്റ് ആണോ, അത് നമ്മൾ കൂടുതലായിട്ടുള്ള പാർട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ അസംബ്ലി മോഡലിൻ്റെ ആവശ്യം വരുന്നത്. അത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒറ്റ ഒരു പാർട്ട് ഉണ്ടാകുന്നു. അസംബ്ലി ഇൻസ്റ്റൻസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പാർട്ട് വരും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഷ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോബ്ലംസ് വരും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പിൻ്റെ അകത്ത് ഓരോ ഇൻക്രിമെൻറ്റിനും എത്ര വാല്യൂ ഉണ്ടെന്ന് കൊടുക്കണം. നേരത്തെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സോൾവ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. നമ്മളിതൊരു ട്യൂട്ടോറിയൽ ഇതിനായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു വാല്യൂസ് കൊടുക്കുകയാണ്.
ആദ്യത്തേതിനകത്ത് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നത് ഇൻലെറ്റ് കണ്ടീഷനാണ് കൊടുക്കുന്നത്. ഏത് റീജിയനാണ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രി പോയിന്റ്. m/s ഞാൻ കൊടുത്തിരിക്കുന്നത് വെലോസിറ്റി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇല്ല. ഏതിൽ നമ്മളിപ്പം മില്ലിമീറ്ററിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡേറ്റ മില്ലിമീറ്ററിൽ കൊടുക്കണം. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് m/s അല്ല, സോറി, mm/s ആണ്. 20 mm/s ബിക്കോസ് ഫുള്ള് നമ്മൾ യൂണിറ്റും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. അടുത്ത നമ്മൾ ഔട്ട്ലെറ്റ് കണ്ടീഷൻ ഡിഫൈൻ ചെയ്യണം. ഔട്ട്ലെറ്റിൽ നമ്മൾ പ്രഷർ മാത്രമേ കൊടുക്കത്തുള്ളൂ. നമ്മൾ മുകളിലത്തെ ടോപ്പും ബോട്ടം കൊടുക്കണം. നമുക്ക് മൾട്ടിപ്പിൾ സർഫസ് സെലക്ട് ചെയ്യേണ്ട വരുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് ഹോൾഡ് ഓൺ ചെയ്തിട്ട് വേണം മൾട്ടിപ്പിൾ സർഫസ് സെലക്ട് ചെയ്യാൻ. നമ്മൾ വെലോസിറ്റി നേരത്തെ കൊടുത്ത വെലോസിറ്റി 22, അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന വെലോസിറ്റി ഒരു 30. ഇനി അടുത്തത് വാൾ കണ്ടീഷൻ കൊടുക്കണം. റെസ്റ്റ് ഓഫ് ദ വെലോസിറ്റീസ് 0 ആക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. തന്നെ അടുത്തത് കൊടുക്കേണ്ടത് നമ്മൾ വാൾ കണ്ടീഷൻസ് കൊടുക്കണം. അതിൽ ഫ്രണ്ടും ബാക്കും. അതിൽ നമ്മൾ വെലോസിറ്റി കൊടുക്കുന്നത് 0 ആയിട്ട് കൊടുക്കാം.
അടുത്തത് നമുക്ക് ഇന്നർ സർഫസും ഔട്ടർ സർഫസും ചെയ്യണം. അത് നമുക്ക് വാൾ കണ്ടീഷൻസ് കൊടുക്കാം. പ്രൊഫൈൽ, അതിൻ്റെ എയറോഫോയിലിൻ്റെ പ്രൊഫൈൽ കൊടുക്കാനായിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ആ പാർട്ട് സീഡ് ചെയ്യണം. ഏത് പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആ പാർട്ട് നമുക്ക് സീഡ് ചെയ്യണം. ഇവിടെ നമ്മൾ എത്രയാണ് സൈസ് കൊടുക്കുന്നതാണ്. സൈസിൻ്റെ ഇത് കുറയും തോറും നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടും, പ്രോസസ്സിങ് ടൈം കൂടും. നമ്മൾ ഒരു ഒപ്റ്റിമൽ നമ്പറായിട്ട് കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് സ്റ്റുഡൻസ് പോർഷനാണ്. 0. നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടിയത് ഒന്നില്ല. അടുത്തത് നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് കൂടുതലുള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സറിൻ്റെ എണ്ണം കൂട്ടാം. അത് ഒരിക്കലും വേണമെന്ന് ഞാൻ പറയത്തില്ല. അത് സാധാരണ പ്രോസസ്സറിലിട്ട് റൺ ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ അകത്ത് റിസൾട്ട്സ് മോണിറ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ സ്റ്റെപ്പ് ടൈം കൊടുത്തിരിക്കുന്ന 1 ആണ്. അപ്പം 0.01 ഓരോ ഇൻക്രിമെൻറ്റിൻ്റെ വാല്യൂ. ഇവിടെ ഇൻക്രിമെൻ്റ് ആയി വരുന്നത് കാണാം. ഇതിൻ്റെ അകത്ത് കൈനറ്റിക് എനർജി. പിന്നെ സിസ്റ്റം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ RMS വാല്യൂ എന്ന് പറയുന്നത് e⁻³ എപ്പോഴും ചെറുതായിരിക്കണം. അല്ലാതെ അതിനെക്കാട്ടി മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അനാലിസിസിൽ എന്തോ പ്രശ്നമുണ്ട്. സോൾവ് ആയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ റിസൾട്ട്സ് കാണാം. റിസൾട്ട്സിലെടുക്കുമ്പോഴത്തേക്ക് പലതരം പ്ലോട്ടിംഗ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് പ്ലോട്ട് എടുക്കുമ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ അകത്ത് പ്രഷർ, ഇതിൻ്റെ അകത്ത് മാക്സിമം പ്രഷർ ഇവിടെയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ റീജിയൻ വെച്ചിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് വേരിയബിൾസ്, നമ്മൾ 2 വേരിയബിൾസാണ് കൺസിഡർ ചെയ്യുന്ന, പ്രഷറും വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി അതിൻ്റെ 2 ബോട്ടംസിൽ വരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇത് വാലിഡാണ്. പിന്നെ പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് പലതരം ഓപ്ഷൻസ് ഉണ്ട്. അത് ഫീച്ചർ എഡ്ജ് കൊടുത്തിട്ട് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡ് ഡയറക്ഷൻസ് മനസ്സിലാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലൂയിഡ് ഡയറക്ഷൻ വരുന്നത്. ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ആരോ മാർക്ക് ഉണ്ട്. വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇതാണ് ഫ്ലൂയിഡ് ഫ്ലോ ഡയറക്ഷൻസ് മനസ്സിലാവും. ബാക്കി അടുത്ത ട്യൂട്ടോറിയൽ കൂടുതലായിട്ടുള്ള കോണ്ടർ പ്ലോട്ടുകൾ പറഞ്ഞുതരാം. താങ്ക് യു.